ഡോക്ടർ ഓൺ ദ എഡ്ജ് എപ്പിസോഡ് 10 ആരംഭിക്കുന്നത് പ്യോങ്ഡോങ് ദ്വീപിലെ ഒരു അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷത്തിലാണ്. ഗ്രാമത്തിലെ വാർഷിക കടൽ പൂജയ്ക്കിടെ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഗ്രാമമുഖ്യൻ അരി വിതരണം ചെയ്യുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൂജാപാത്രം താഴെ വീണ് പൊട്ടുകയും കൈകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ജിയുയി ഉടൻ തന്നെ ഹെൽത്ത് സെന്ററിൽ അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നു. പക്ഷേ ആ പാത്രം പൊട്ടിയത് ഒരു വലിയ ദുരന്തത്തിന്റെ സൂചനയാണെന്ന് ഗ്രാമമുഖ്യന് തോന്നി തുടങ്ങുകയാണ്. അതേസമയം കുറെ നാളായി ജിയുയിയോടൊപ്പം താമസിച്ചിരുന്ന ഹാരി വീണ്ടും സ്വന്തം വീട്ടിലേക്ക് മാറുകയാണ്. ഇനി ഇരുവർക്കും സ്വന്തം സ്വകാര്യത ലഭിക്കുമെന്ന ചിന്തയിൽ അവർ തമാശ പറഞ്ഞ് സന്തോഷിക്കുന്നതിനിടയിലാണ് ഒരു അടിയന്തര കോൾ എത്തുന്നത്. കടുത്ത വയറുവേദന അനുഭവിക്കുന്ന ഒരാളെ പരിശോധിച്ച ജിയുയി അത് അപ്പൻഡിസൈറ്റിസ് ആകാമെന്ന് സംശയിക്കുന്നു. കടൽ വളരെ പ്രക്ഷുബ്ധമായതിനാൽ മെഡിക്കൽ ബോട്ടിനു പകരം അടിയന്തര ഹെലികോപ്റ്റർ വിളിക്കുകയാണ് അവർ. എന്നാൽ അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെടുകയും പൈലറ്റ് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്യുന്നു. സംഭവം രാജ്യവ്യാപകമായി വാർത്തയാകുന്നു. എന്നാൽ യഥാർത്ഥ കാരണം അന്വേഷിക്കുന്നതിനു പകരം മുഴുവൻ കുറ്റവും ജിയുയുടെ മേൽ ചുമത്തപ്പെടുന്നു. രോഗിക്ക് സാധാരണ വയറുവേദന മാത്രമായിരുന്നുവെന്നും അനാവശ്യമായാണ് ഹെലികോപ്റ്റർ വിളിച്ചതെന്നുമുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു. പൈലറ്റിന്റെ ഭാര്യ ദുഃഖത്തിൽ ജിയുയോട് കയർക്കുന്ന ദൃശ്യങ്ങളും എല്ലായിടത്തും വൈറലാകുകയാണ്. ഗവർണർ കോ പോലും പൊതുവേദിയിൽ ദ്വീപിലെ ഡോക്ടർമാരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇതോടെ മുഴുവൻ ഹെൽത്ത് സെന്റർ ജീവനക്കാരും കടുത്ത നിരാശയിലും ദേഷ്യത്തിലുമാകുന്നു. ഈ സംഭവങ്ങൾ ജിയുയെ മാനസികമായി തളർത്തിക്കളയുകയാണ്. കുറ്റബോധവും സമൂഹത്തിന്റെ വിമർശനവും സഹിക്കാനാവാതെ അദ്ദേഹം മുറിയിൽ ഒറ്റപ്പെടുകയും ജോലിയിൽ നിന്ന് അവധിയെടുക്കുകയും ചെയ്യുന്നു. ഹാരി അദ്ദേഹത്തെ കാണാനെത്തി എന്ത് പ്രശ്നമുണ്ടായാലും താൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട്. ഇതിനിടെയാണ് മറ്റൊരു കഥയും തുടങ്ങുന്നത്. നഴ്സ് ഓമിന്റെ പീരീഡ്സ് ഏകദേശം 2 ആഴ്ച വൈകിയതായി അവൾ മനസ്സിലാക്കുകയാണ്. അത് പ്രഗ്നൻസിയുടെ സൂചനയായിരിക്കുമോ എന്ന ആശങ്ക അവളെ അലട്ടി തുടങ്ങുന്നു. ഹെൽത്ത് സെന്ററിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോയ ഹാരി ജിയുയുടെ മുൻ പ്രണയിനിയായ ഹ്വാസിയോങ്ങിനെ യാദൃശ്ചികമായി കണ്ടുമുട്ടുകയാണ്. ജിയുയെ കാണാനാണ് അവൾ ദ്വീപിലെത്തിയത്. ഇരുവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ എല്ലാവരും അമ്പരക്കുന്നു. ജിയുയെ ആശ്വസിപ്പിക്കാനാണ് ഹ്വാസിയോങ് ശ്രമിക്കുന്നതെങ്കിലും തന്റെ മാനസികാവസ്ഥ കാരണം അദ്ദേഹം അവളെ അകറ്റി നിർത്തുന്നു. അതിനിടെയാണ് മത്സ്യബന്ധന സ്ഥാപനത്തിൽ നിന്ന് അസുഖബാധിതരായ നിരവധി ആളുകളെ ഒരേ സമയം ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഹ്വാസിയോങ് ഉൾപ്പെടെ മുഴുവൻ മെഡിക്കൽ ടീമും ചികിത്സയ്ക്കായി ഇറങ്ങുന്നു. പക്ഷേ വാർത്തകളുടെ സ്വാധീനത്തിൽ ചില രോഗികൾ ജിയുയോട് ചികിത്സ സ്വീകരിക്കാൻ പോലും മടിക്കുന്നു. വ്യാജ വാർത്തകൾ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ എത്രത്തോളം തകർത്തുവെന്ന് ഇത് വ്യക്തമാക്കുകയാണ്. പിന്നീട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടെ ജിയുയും ഹ്വാസിയോങ്ങും കോളേജ് കാലത്ത് 5 വർഷം പ്രണയത്തിലായിരുന്നുവെന്ന് അറിയുന്നു. തുടർന്ന് ഹ്വാസിയോങ് ജിയുയെ ദ്വീപ് വിട്ടുപോകാൻ സമ്മതിപ്പിക്കണമെന്ന് ഹാരിയോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ആ തീരുമാനം ജിയുയി തന്നെ എടുക്കണമെന്നാണ് ഹാരിയുടെ മറുപടി. ഇപ്പോഴും എല്ലാവരിൽ നിന്ന് അകന്നു കഴിയുന്ന ജിയുയ്ക്കായി ഹാരി ഒരു ടിഫിൻ ബോക്സും ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും മുറുക്കി പുറത്തു വയ്ക്കുന്നു. സുഹൃത്തുക്കളുടെ പ്രോത്സാഹനത്തോടെ ജിയുയി ഒടുവിൽ ഭക്ഷണം കഴിക്കാൻ പുറത്തു വരികയാണ്. ആ സമയത്ത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇനി രോഗികളെ ചികിത്സിക്കാൻ തന്നെ ഭയമാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. ഈ അപകടം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പൂർണ്ണമായി തകർത്തിരുന്നു. അതേസമയം ഹാരിയും ജിയോണും ചേർന്ന് ദ്വീപിൽ ഫ്ലൂ വാക്സിനേഷൻ ക്യാമ്പ് നടത്തുന്നു. അവിടെ ഗ്രാമമുഖ്യൻ പറയുന്നത് കേട്ട് അവർ ഞെട്ടിപ്പോവുകയാണ്. അസുഖം വന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന ഭയത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ജീവിക്കുന്നത്. അടുത്ത ദ്വീപിലെ ഒരു വയോധിക ഹെലിപാഡ് പൂർത്തിയാകാത്തതിനാൽ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ മരിച്ചുപോയ സംഭവവും അദ്ദേഹം പറയുന്നു. ഇതോടെ ഹാരിയും ചിയോണും അന്വേഷണം ആരംഭിക്കുകയാണ്. മറ്റൊരു ദ്വീപിലെ ഡോക്ടറെ കണ്ടപ്പോൾ നിരവധി പുതിയ ഹെലിപാഡുകളും ലൈറ്റുകളും സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ അപൂർണമായി കിടക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതിലും ഞെട്ടിക്കുന്ന കാര്യം നിർമ്മിച്ച 20 ഹെലിപാഡുകളിൽ വെറും 3 എണ്ണം മാത്രമാണ് പ്രവർത്തനക്ഷമമായിരുന്നത്. അതോടെ ഹെലികോപ്റ്റർ അപകടത്തിന് യഥാർത്ഥ കാരണം ജിയുയുടെ തെറ്റല്ലായിരിക്കാമെന്ന് സംശയം ശക്തമാകുന്നു. സത്യം പുറത്തു കൊണ്ടുവരാൻ അവർ വിവിധ ദ്വീപുകളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങുകയാണ്. മറുവശത്ത് ജൂച്ചിയോണും നഴ്സ് ഓമും തമ്മിലുള്ള പ്രണയം പതിയെ വിരിയുകയാണ്. പൂക്കളുമായി എത്തിയ ജൂച്ചിയോൺ അവളെ ഒരു മികച്ച റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകുന്നു. ചെലവ് കൂടുമോ എന്ന ആശങ്ക നഴ്സ് ഓമിനുണ്ടെങ്കിലും എല്ലാം ജൂച്ചിയോൺ തന്നെ നോക്കിക്കൊള്ളുകയാണ്. എന്നാൽ ഭക്ഷണത്തിന് ശേഷം അവൾ രഹസ്യമായി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങുന്നു. ഫലം പോസിറ്റീവാണെന്ന് കണ്ടപ്പോൾ അവൾ അമ്പരക്കുകയാണ്. പക്ഷേ അത് ജൂച്ചിയോണിനോട് പറയാതെ അവൾ മനസ്സിൽ തന്നെ ഒളിപ്പിക്കുന്നു. എപ്പിസോഡിന്റെ അവസാന ഭാഗം വീണ്ടും ജിയോയിലേക്കാണ്
വീട്ടിലേക്കാണ് തിരിയുന്നത്. ഹാരി തന്റെ മുത്തശ്ശിയുടെ സ്പെഷ്യൽ പാസ്ത കൊണ്ടുവന്ന് അദ്ദേഹത്തോടൊപ്പം പങ്കിടുന്നു. കൂടാതെ ജിയോയുടെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറ്റാനായി ജിയോൺ അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അവൾ അറിയിക്കുന്നുണ്ട്. ഒരു നിമിഷം എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും തോന്നുന്നു. പക്ഷെ കാര്യങ്ങൾ വീണ്ടും മോശമാകുന്നു. പുതിയ വാർത്തകളിൽ ജിയുയി മാനസികാരോഗ്യത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നുവെന്ന വിവരവും പുറത്തു വരികയാണ്. അതിന് പിന്നാലെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചെന്ന വാർത്തയും എത്തുന്നു. ഹെൽത്ത് സെന്ററിലെ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഇനി ഈ മാനസിക ഭാരം താങ്ങാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ജിയുയി ഒടുവിൽ പൂർണ്ണമായി തകർന്നു പോകുന്നു. ഇനി ഈ ദ്വീപിൽ തുടരാൻ തനിക്ക് കഴിയില്ലെന്ന് കണ്ണീരോടെ ഹാരിയോട് അദ്ദേഹം തുറന്നു പറയുന്നു. തകർന്നു പോയ ജിയുയിയെ ഹാരി തന്റെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ രംഗത്തോടെയാണ് എപ്പിസോഡ് 10 അവസാനിക്കുന്നത്. അവരുടെ ജീവിതവും ബന്ധവും ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന ചോദ്യവുമായി പ്രേക്ഷകരെ ആകാംക്ഷയിൽ ആക്കിക്കൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി 2 എപ്പിസോഡേ ഈ ഡ്രാമയിൽ ബാക്കിയുള്ളൂ. കാണുന്നതിനായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.